വെൽക്കം ടു CC പ്ലസ്. എൻ്റെ പേര് മഞ്ജുഷ എന്നാണ്. നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ 10th വേണ്ടിയിട്ട് 10th CBSE ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ക്ലാസ് ആണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൻ്റെ ആ ഒരു ചാപ്റ്ററാണ്, ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എ ലെറ്റർ ടു ഗോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിമ്പിളായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കുന്നതിന് മുൻപായിട്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് മാർക്സിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പഠിക്കാം. കാരണം കഥകളും കവിതകളും ഒക്കെ നമുക്കിഷ്ടമാണ്, അല്ലാതെ വായിക്കാനും രസിക്കാനും ഒക്കെ അതൊക്കെ നല്ലതാണ്. നമ്മുടെ ലാംഗ്വേജിനെ അത് ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ നമുക്ക് ഒരുപാട് വാല്യൂസും അത് നേടിത്തരും. പക്ഷേ അതിലൊക്കെ അപ്പുറത്തായിട്ട് ഒരു എക്സാമിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെ പഠിക്കണം, എങ്ങനെ കൂടുതൽ മാർക്ക് വാങ്ങാനായി പഠിക്കണം എന്നുള്ള ഒരു കാര്യത്തിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലേ. അപ്പോൾ ഏതൊക്കെ ഏരിയസിൽ നിന്നാണ് നമുക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുക, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പോലെയുള്ള സബ്ജക്റ്റുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. സയൻസും മാത്സും അതിൻ്റേതായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ലെവൽ അത്തരം സബ്ജക്റ്റുകൾക്കുണ്ട്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈം വളരെ വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷേ ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങളുടെ ഒരു ഘടന വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷ് പോലെ ലാംഗ്വേജ് ആയിട്ടുള്ള വിഷയങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ CBSE ബോർഡ് എക്സാമിന് നമുക്ക് ഈ ഒരു രീതിയിലാണ് മാർക്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നത്. റീഡിംഗ് സ്കിൽസിന് വേണ്ടിയിട്ട് ടോട്ടൽ വെയിറ്റേജ് വരുന്നത് 22 മാർക്സ് ആണ്. അതുപോലെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിരിക്കുന്ന മാർക്സ് 22 മാർക്സ് ആണ്. ഗ്രാമർ പാർട്ടിൽ നിന്ന് 10 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ലിറ്ററേച്ചർ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിക്കുന്നത് 26 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ടോട്ടൽ അങ്ങനെ 80 മാർക്കിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ മാർക്ക് വരുന്നത്. അപ്പോൾ ഏതായാലും ഇതിൽ ഈ ഒരു ലിസ്റ്റ് നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണ് റീഡിംഗ് സ്കിൽസിനും അതുപോലെ ലിറ്ററേച്ചർ ടെക്സ്റ്റ് ബുക്സിനും ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു എക്സാമിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പം നിങ്ങൾ എത്ര ക്രിയേറ്റീവായിട്ട് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുന്നു, നിങ്ങൾ എത്ര ഭംഗിയാണ് നിങ്ങളുടെ ലാംഗ്വേജ് എന്നുള്ളതൊന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റീവായിട്ടൊക്കെ എഴുതാൻ പറ്റുന്നവരുണ്ടാവും, വളരെ മിനിമമായിട്ട് ഏറ്റവും ചെറിയ വാക്കുകളിൽ മാത്രമേ എഴുതാൻ പറ്റൂ എന്നുള്ളവരും ഉണ്ടാവും, പല ഡിഫിക്കൽട്ടി ലെവൽ ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ഒരു പാറ്റേൺ ആ ഒരു രീതിയിൽ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയോ അങ്ങനെയുള്ള ഘടകങ്ങൾ നിങ്ങൾ എന്തുമാത്രം നിങ്ങൾക്ക് ലാംഗ്വേജിൽ അത്രയും കഴിവുണ്ട്, എത്ര ഭംഗിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളതൊന്നും ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ആർക്കും പറ്റും. ഇംഗ്ലീഷ് നിങ്ങൾക്ക് എളുപ്പം ഉള്ള ആളല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മുഴുവൻ മാർക്കും അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ലിറ്ററേച്ചർ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളത്. ടെക്സ്റ്റ് ബുക്ക് അതുപോലെ കോംപ്രിഹെൻഷൻ പാർട്ട്, ഈ രണ്ട് ഭാഗത്തു നിന്നും നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇംഗ്ലീഷിൻ്റെ കേസിൽ. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ നമ്മുടെ ലിറ്ററേച്ചർ ടെക്സ്റ്റ് ബുക്കിനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. എ ലെറ്റർ ടു ഗോഡ് എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. യെസ്, അത് നമുക്ക് ആ ഓഥറിനെ ഒന്ന് പരിചയപ്പെടാം. ഒരു എഴുത്തുകാരനെ ആണല്ലോ നമ്മൾ ആദ്യം അറിയേണ്ടത്. ആ പുസ്തകം ആ ഒരു സ്റ്റോറി എഴുതിയ എഴുത്തുകാരൻ്റെ പേരാണ് GL ഫ്യുവാൻറ്റസ് എന്ന വ്യക്തിയാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഒരു നോവലിസ്റ്റാണ്, പോയറ്റാണ്, ജേർണലിസ്റ്റായിരുന്നു. വൺ ഓഫ് ദ ലീഡിങ് ക്രോണിക്ലേഴ്സ് ഓഫ് മെക്സിക്കൻ റവല്യൂഷൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദ ക്രോണിക്ലേഴ്സ് ആയിരുന്നു GL ഫ്യുവാൻറ്റസ് എന്ന് പറയുന്ന ഓഥർ. അദ്ദേഹം ഒരു മെക്സിക്കൻ റൈറ്ററാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് അറ്റ് ദ ഏജ് ഓഫ് 15 വെൻ ദ മെക്സിക്കൻ റവല്യൂഷൻ ബിഗാൻ. മെക്സിക്കൻ റവല്യൂഷൻ തുടങ്ങിയ ആ ഒരു സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. 15 വയസ്സിലെ അദ്ദേഹം കവിതകളൊക്കെ എഴുതി തുടങ്ങിയിരുന്നു. ആൻഡ് മെനി ഓഫ് ഹിസ് ബുക്സ് ആർ റിലേറ്റഡ് ടു സിവിൽ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ സമയത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പല കൃതികളിലും ആ ഒരു സിവിൽ കോൺഫ്ലിക്റ്റിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓഥറിനെ പറ്റി അറിഞ്ഞിരുന്നാൽ മതി. ആൻഡ് തീംസ് എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന തീംസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എ ലെറ്റർ ടു ഗോഡ് ഡെമോൺസ്ട്രേറ്റ്സ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ എന്ന് പറയുന്നത് ഈ ഒരു
സ്റ്റോറിയിലെ പ്രധാനപ്പെട്ട ഒരു തീമാണ്. അപ്പോൾ ഈ തീംസ് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ഇതൊക്കെ ബോറിംഗ് ആയ കാര്യമല്ലേ, കഥ പറഞ്ഞാൽ പോരെ, കഥ പഠിച്ചാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പാഠഭാഗം പഠിക്കുന്നത് നമുക്കിത് വായിക്കാനും രസിക്കാനും ഒക്കെ വേണ്ടിയിട്ട് പഠിക്കാം. പക്ഷേ നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാമെന്നാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ മാർക്സ് സ്കോർ ചെയ്യേണ്ട കാര്യം ആലോചിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ അടിസ്ഥാനപ്പെടുത്തി വരാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് നോക്കിയാലും തീംസ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ആവർത്തിച്ച് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, മാൻ ആൻഡ് നേച്ചർ എന്നുള്ളത് ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഒരു തീമാണ്. അതുപോലെ തന്നെ ട്രസ്റ്റ് ആൻഡ് ഡിസ്ട്രസ്റ്റ് എന്നുള്ളത് ഇവിടെ വരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ പരീക്ഷയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് ഫെയ്ത്ത് ആൻഡ് ഡൗട്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട തീമാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ വേർഡാണ് ഈ ചാപ്റ്ററിൽ. ദെൻ കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ദംസെൽസ് എന്നുള്ളത് മനുഷ്യരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, വിശ്വാസവും മനുഷ്യരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളും പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളും ഒക്കെയാണ് ഈ ഒരു കഥയിൽ വിഷയമായി വരുന്നത്. അപ്പോൾ എന്തും തീം അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ശരിക്കും ഈ കഥ കൃത്യമായി വായിച്ചു കഴിയുമ്പോഴാണ് കറക്റ്റ് ആ തീമുമായിട്ട് നമ്മൾ കണക്റ്റ് ആവുന്നത്. അപ്പോൾ അത്യാവശ്യം ഞാനൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. എന്തായാലും ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. ശരിക്കും ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ലിറ്ററേച്ചർ പാർട്ടിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റും. അതിൻ്റെ ഒരു പാരഗ്രാഫ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്തായാലും ഉണ്ടാവും, എസ്സേസും ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഷ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്നുമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം. ടെക്സ്റ്റ് നമ്മൾ എത്രമാത്രം ടെക്സ്റ്റിനോട് നമുക്കൊരു ഫെമിലിയാരിറ്റി ഉണ്ട്, ടെക്സ്റ്റ് നമ്മൾ എത്രമാത്രം വായിച്ചിട്ടുണ്ട് എന്നുള്ള ഒറ്റ ഘടകമാണ് നമുക്ക് മാർക്സിലേക്ക് നമ്മളെ മാർക്സിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് മാക്സിമം നന്നായിട്ട് വായിക്കുക. കഥയായതുകൊണ്ട് തന്നെ നമുക്കിതെന്താ വിഷ്വലൈസ് ചെയ്ത് അങ്ങനെ മനസ്സിൽ ഓരോ ചിത്രങ്ങളായി കണ്ട് പോവാം. അതിനോടൊപ്പം ചെയ്യേണ്ട ഒരു കാര്യം, ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കീ വേർഡ്സ് ഉണ്ടാവും. ഈ കീ വേർഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എക്സാമിനർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾ നമുക്ക് മാർക്ക് ഇടുന്നത്. നമ്മുടെ ആൻസേഴ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ എഴുതി വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ മാർക്ക് കറക്റ്റായിട്ട് വീഴണമെന്നില്ല. മാർക്ക് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ടീച്ചേഴ്സ് പോയിൻറ്റ്സ് വെച്ചിട്ടായിരിക്കും അത് വാല്യൂ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ കയ്യിലുള്ള കീ പോയിൻറ്റ്സ്, ആ കീ വേർഡ്സ് നിങ്ങളുടെ ഉത്തരത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവർ അളക്കുന്നത്. അതുകൊണ്ട് ടെക്സ്റ്റിലുള്ള അതേ വാക്കുകൾ തന്നെ മാക്സിമം നന്നായി പലതവണ ടെക്സ്റ്റ് വായിച്ച് അതേ വാക്കുകൾ തന്നെ ഉത്തരത്തിലും എഴുതാൻ ശ്രദ്ധിക്കുക. അതിലൂടെയാണ് നിങ്ങൾക്ക് മാർക്ക് വീഴുക. അപ്പം സ്റ്റോറി കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്ത് മനസ്സിലാക്കുക, അത് മനസ്സിലുറപ്പിക്കുക. അതിന് ശേഷം അതേസമയം ടെക്സ്റ്റ് വായിച്ച് പോകുമ്പോൾ പ്രധാനപ്പെട്ട ചില വാക്കുകൾ, കീ വേർഡ്സ് എന്ന് നമ്മൾ പറയും, ആ വാക്കുകൾ നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്ത് മനസ്സിലൊന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക. അതേ വാക്കുകൾ നമ്മൾ നമ്മുടെ ഉത്തരങ്ങളിൽ എഴുതുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ വാക്കുകൾ കാണുമ്പോൾ മാർക്ക് ഇങ്ങ് വീണോളും. മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു എക്സാമിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്തായാലും ആദ്യം നമ്മൾ സ്ട്രാറ്റജിയിലേക്കൊന്നും പോകുന്നില്ല, നേരെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് ആദ്യം തന്നെ പറയുന്നത്. ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ ഒരു ചിത്രം അല്ലേ. ദ ഹൗസ്, ദ ഓൺലി വൺ ഇൻ ദ എൻറ്റയർ വാലി, sat on the crest of a low hill. From this height one could see the river and the field of ripe corn dotted with the flowers that always promised a good harvest. The only thing the earth needed was a downpour, or at least a shower. Throughout the morning, Lenjo, who knew his fields intimately, had done nothing else but see the sky towards the northeast. ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചപ്പോൾ നമ്മുടെ മനസ്സിലൊരു വിഷ്വൽ എന്തായാലും വന്നിട്ടുണ്ടാവും അല്ലേ. ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു വീട്, ഒരൊറ്റ വീട് ഒരു കുന്നിൻ്റെ മുകളിലുണ്ട്. ദ ഹൗസ്, ദ ഓൺലി വൺ ഇൻ ദ എൻറ്റയർ വാലി. ആ മൊത്തത്തിലുള്ള താഴ്വരയിലുള്ള ഒരേ ഒരു വീട്. അപ്പോൾ അത്രയധികം ആളുകൾ താമസം കുറവുള്ള ഒരു പ്രദേശത്താണ് ആ വീട് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് ആ ഒരു സെൻറ്റൻസിൽ നിന്ന് മനസ്സിലായി. ദ ഹൗസ്, ദ ഓൺലി വൺ ഇൻ ദ എൻറ്റയർ വാലി, സാറ്റ് ഓൺ ദ ക്രസ്റ്റ് ഓഫ് എ ലോ ഹിൽ. ഒരു ചെറിയ കുന്നിൻ്റെ മുകളിൽ. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓഫ് ദ ഹിൽ എന്നാണ് അർത്ഥം. ടോപ്പ് ഓഫ് ദ ഹിൽ എന്നാണ് ക്രസ്റ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് ഒരൊറ്റ
വീട്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വീട്. അതാണ് ആദ്യം നമുക്ക് കിട്ടുന്നൊരു വിഷ്വൽ. അത് നമ്മൾ മനസ്സിലിങ്ങനെ കാണുക, പിന്നെ നമ്മളത് മറക്കില്ല. അതാണ് മനസ്സിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഒരിക്കലും പിന്നെ മറന്നുപോയില്ല. ഇതൊരു സിനിമ പോലെ കാണാൻ ശ്രമിക്കുക. സിനിമയുടെ ആ ഒരു ഫസ്റ്റ് സീൻ കാണുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു ഒറ്റപ്പെട്ടൊരു വീട് നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. അടുത്ത സെൻറ്റൻസിൽ എന്താണ് പറയുന്നത്? അപ്പോൾ ക്രസ്റ്റ് എന്ന് പറയുന്ന വാക്കും കൂടെ നമ്മളിങ്ങനെ വായിച്ച് പോകുമ്പോൾ നോട്ട് ചെയ്തേക്കണം കേട്ടോ. ക്രസ്റ്റ് എന്ന് പറയുന്നത് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കീവേഡാണ്. അത് നമ്മൾ നോട്ട് ചെയ്തു. From this height, one could see the river and the field of ripe corn dotted with the flowers that always promised a good harvest. ഒരു നല്ല കാഴ്ചയാണ് നമ്മൾ ആ വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. ഇപ്പോൾ വീടിൻ്റെ മുകളിലാണ് നമ്മൾ. വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എന്താണ്? ഫ്രം ദിസ് ഹൈറ്റ് വൺ കുഡ് സീ ദ റിവർ. ഒരു മനോഹരമായിട്ടുള്ള നദി അവിടെ ഒഴുകുന്നുണ്ട്. നദിയുടെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ റൈപ്പ് കോണിൻ്റെ, ചോളത്തിൻ്റെ ഒരു പാടം, ചോളം ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പാടവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ ആ പാടം എന്താണ് നമുക്ക് പ്രോമിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പാടം നമ്മൾ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? നല്ലൊരു കൊയ്ത്ത്, നല്ലൊരു ലാഭം, കർഷകന് നല്ലൊരു ലാഭം അത് പ്രോമിസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു വാക്ക്, ഹാർവെസ്റ്റ് എന്നുള്ളൊരു വാക്ക് ഈ ഒരു ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീവേഡാണ്. അതുകൊണ്ട് നമ്മളതും നോട്ട് ചെയ്യണം. So, field of ripe corn dotted with the flowers that always promised a good harvest. The only thing the earth needed was a downpour. ഭൂമിക്ക് ഒരേ ഒരു കാര്യം ആവശ്യമുള്ളൂ ഈ ഒരു സമയത്ത്. എന്താണ്? ഒരു ഡൗൺപോർ ആണ്. ഡൗൺപോർ എന്ന് പറഞ്ഞാൽ എന്താ? നല്ലൊരു മഴ എന്ന് പറഞ്ഞാൽ നല്ലൊരു കനത്തൊരു മഴ. അതാണ് ഡൗൺപോർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മഴ, അതാണ് ഡൗൺപോർ. ഓർ അറ്റ്ലീസ്റ്റ് എ ഷവർ. അതൊരു ചാറ്റൽ മഴ ആയാലും മതി. അത്ര കനത്തൊരു മഴ ആവണമെന്നില്ല, ഒരു ചാറ്റൽ മഴ ആയാലും മതി. അതാണ് പ്രകൃതിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഭൂമിക്ക് വേണ്ടത് എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. ത്രൂ ഔട്ട് ദ മോർണിംഗ് ലെൻജോ ഹു ന്യൂ ഹിസ് ഫീൽഡ്സ് ഇൻറ്റിമേറ്റ്ലി. അപ്പം ലെൻജോ എന്ന് പറയുന്ന കഥാപാത്രത്തെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ലെൻജോ ആണ് ഇവിടുത്തെ പ്രൊട്ടാഗനിസ്റ്റ്, അല്ലെങ്കിൽ ലെൻജോ ആണ് ഇവിടുത്തെ നമ്മുടെ നായകൻ എന്ന് പറയുന്നത്. അപ്പം നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ലെൻജോ ഹു ന്യൂ ഹിസ് ഫീൽഡ്സ് ഇൻറ്റിമേറ്റ്ലി. അത്രയധികം അയാൾ കർഷകനാണ്, അയാൾക്ക് അയാളുടെ പാടത്തെ അത്രയധികം ഇൻറ്റിമേറ്റ് ആയിട്ട് അറിയാം അല്ലേ. ഹിസ് ഫീൽഡ്സ് ഇൻറ്റിമേറ്റ്ലി ഹാഡ് ഡൺ നത്തിങ് എൽസ് ബട്ട് സീ ദ സ്കൈ ടുവേർഡ്സ് ദ നോർത്ത് ഈസ്റ്റ്. അപ്പോൾ ലെൻജോ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം മറ്റൊന്നും ചെയ്യാതെ എവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്? അദ്ദേഹം നോർത്ത് ഈസ്റ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് വാക്കാണ്. അത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? ആ ലെൻജോ എന്ന് പറഞ്ഞ കഥാപാത്രം കാലത്തെ മുതലേ ഇങ്ങനെ നോർത്ത് ഈസ്റ്റിലേക്ക് നോക്കിയിരിക്കുകയാണ്. അദ്ദേഹം എന്തായിരിക്കും നോർത്ത് ഈസ്റ്റിലേക്ക് നോക്കിയിരിക്കുന്നത്? ഒരു മഴ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കാരണം തൻ്റെ ചോളപ്പാടം ഇങ്ങനെ പൂവിട്ട് നിൽക്കുകയാണ്. സന്തോഷമായിട്ട് ഒരു നല്ല ഹാർവെസ്റ്റ് അയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു മഴ, ഒരു ഡൗൺ പോർ അല്ലെങ്കിൽ ഒരു ഷവർ, ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് വാക്കുകൾ തന്നെയാണ്. ഡൗൺ പോർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നല്ലൊരു മഴയാണ് ഡൗൺ പോർ എന്ന് പറയുന്നത്. ഷവർ എന്ന് പറയുമ്പോൾ ഒരു ചാറ്റൽ മഴയാണ്. രണ്ടിലേതെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ച് നോർത്ത് ഈസ്റ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു സീൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. യെസ്, അപ്പോൾ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് കഴിയുമ്പോൾ അടുത്ത പാരഗ്രാഫ്, നൗ വി ആർ റിയലി ഗോയിങ് ടു ഗെറ്റ് സം വാട്ടർ വുമൺ. അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗാണ്. ആദ്യമായിട്ട് നമ്മുടെ കഥാനായകനൊന്ന് മിണ്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയോടായിരിക്കണം സംസാരിക്കണം. കാരണം അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത് ഒരു വുമണിനെയാണ്, ഭാര്യയോടായിരിക്കണം. അദ്ദേഹം പറയുന്നു, നൗ വി ആർ റിയലി ഗോയിങ് ടു ഗെറ്റ് സം വാട്ടർ വുമൺ. ഭയങ്കര പ്രതീക്ഷയാണല്ലേ ആ വാക്കുകളിൽ. നമുക്ക് എന്തായാലും മഴ കിട്ടാൻ പോവാണ്, നമുക്ക് മഴ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അദ്ദേഹം അത് പറയുന്നത്. ദ വുമൺ ഹു വാസ് പ്രിപ്പയറിംഗ് സപ്പർ റിപ്ലൈഡ്, യെസ് ഗോഡ് വില്ലിങ്. അപ്പം അവരുടെ മറുപടി, ഭാര്യയുടെ മറുപടിയാണ് അടുത്ത ഡയലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ദ വുമൺ ഹു വാസ് പ്രിപ്പയറിംഗ് സപ്പർ, അവരെന്ത് ചെയ്യുകയാണ്? വൈഫ് എന്ത് ചെയ്യുകയാണ്? അതിൽ സപ്പർ പ്രിപ്പയർ ചെയ്യാണ്. സപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിന്നർ, അത്താഴമാണ് അല്ലേ. അവർ സപ്പർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവർ മറുപടി പറയുന്നു, ഭർത്താവിനോട് മറുപടി പറയുന്നു, യെസ് ഗോഡ് വില്ലിങ് എന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് മഴ കിട്ടും എന്നുള്ളൊരർത്ഥത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണത്, ഗോഡ് വില്ലിങ്. ദ ഓൾഡർ ബോയ്സ് വെർ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. മറ്റ് കഥാപാത്രങ്ങളെ കൂടെ നമുക്കപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ആ വാക്യങ്ങളിലൂടെ നമുക്ക് മറ്റ് കഥാപാത്രങ്ങളെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. കുട്ടികൾ, ഇവരുടെ ലെൻജോൻ്റെ മക്കളായിരിക്കണം. ദ ഓൾഡർ ബോയ്സ് വെർ വർക്കിംഗ് ഇൻ ദ ഫീൽഡ് while the smaller ones were playing near the house until the woman called them all. അപ്പോൾ കുറേ കുട്ടികളുണ്ട്. മുതിർന്ന കുട്ടികളൊക്കെ ആ ഒരു വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെറിയ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വരെ? ഈ അമ്മ, അതായത് ലെൻജോൻ്റെ വൈഫ് ഡിന്നർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് അവരെ വിളിക്കുന്നത് വരെ ഈ കുട്ടികൾ ആ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ഓൾഡർ ബോയ്സ് were working in the field while the smaller ones were playing near the house until the woman called them all. Come for dinner.
ഇറ്റ് വാസ് ഡ്യൂറിങ് ദ മീൽ, കം ഫോർ ഡിന്നർ, അവർ വിളിച്ചു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇറ്റ് വാസ് ഡ്യൂറിങ് ദ മീൽ ദാറ്റ് ജസ്റ്റ് ആസ് ലെൻജോ ഹാഡ് പ്രെഡിക്റ്റഡ് ബിഗ് ഡ്രോപ്സ് ഓഫ് റെയിൻ ബിഗാൻ ടു ഫോൾ. അപ്പോൾ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, അവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുന്ന സമയത്താണ് ലെൻജോ ഇത്രയും നേരം കാത്തിരുന്നത് എന്താണോ അത് സംഭവിച്ചത്, അതായത് മഴ പെയ്തത് അല്ലേ. ബിഗ് ഡ്രോപ്സ് ഓഫ് റെയിൻ ബിഗാൻ ടു ഫോൾ. ലെൻജോൻ്റെ പ്രഡിക്ഷൻ പോലെ, ലെൻജോ പറഞ്ഞു മഴ കിട്ടും എന്ന് പ്രഡിക്റ്റ് ചെയ്തു. പ്രഡിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രവചിക്കുക എന്നാണ് അർത്ഥം. ലെൻജോ പ്രഡിക്റ്റ് ചെയ്തതുപോലെ മഴത്തുള്ളികൾ ഇങ്ങനെ മണ്ണിലേക്ക് ഇറങ്ങി വന്നു. ബിഗ് ഡ്രോപ്സ് ഓഫ് റെയിൻ ബിഗാൻ ടു ഫോൾ. ഇൻ ദ നോർത്ത് ഈസ്റ്റ് ഹ്യൂജ് മൗണ്ടൻസ് ഓഫ് ക്ലൗഡ്സ്. അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു വാക്കാണ്, ഹ്യൂജ് മൗണ്ടൻസ് ഓഫ് ക്ലൗഡ്സ്. എന്താണ് ഈ ഹ്യൂജ് മൗണ്ടൻസ് ഓഫ് ക്ലൗഡ്സ്? ഹ്യൂജ് മൗണ്ടൻസ് എന്ന് പറയുന്നത് ആ വലിയ കൂറ്റൻ പർവ്വതങ്ങൾ. പർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ആ ഹ്യൂജ്നെസ് ആണ് കാണിക്കുന്നത് അല്ലേ. ഹ്യൂജ് മൗണ്ടൻസ് ഓഫ് ക്ലൗഡ്സ്. ക്ലൗഡ്സിൻ്റെ മൗണ്ടൻസ് എന്നാണ് പറയുന്നത്. ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ മേഘങ്ങളാണ്. മേഘങ്ങൾ എങ്ങനെയാണ് ആ മേഘത്തിൻ്റെ ഹ്യൂജ്നെസ് കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെറ്റഫറാണത് കേട്ടോ. അപ്പോൾ ഹ്യൂജ് മൗണ്ടൻസ് ഓഫ് ക്ലൗഡ്സ് കുഡ് ബി സീൻ അപ്രോച്ചിങ്. അപ്പോൾ ഈ മഴ പെയ്യുന്നതിനിടയിൽ എന്താണ് സംഭവിക്കുന്നത്? ഭയങ്കരമായിട്ടുള്ള മേഘങ്ങൾ, മഴമേഘങ്ങൾ, അത്രയും വലിയ മഴമേഘങ്ങൾ ഇങ്ങനെ വന്ന് ആകാശം കാർമേഘങ്ങൾ കൊണ്ട് മൂടുന്ന ഒരവസ്ഥ അവർ കാണുന്നുണ്ട്. ദ എയർ വാസ് ഫ്രഷ് ആൻഡ് സ്വീറ്റ്. അപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാം എന്ത് സംഭവിക്കും, ചുറ്റുമുള്ള ആ ഒരു കാറ്റൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കാറ്റായി മാറും, ഫ്രഷ് എയർ നമുക്ക് കിട്ടും. അപ്പോൾ എയർ വാസ് ഫ്രഷ് ആൻഡ് സ്വീറ്റ്. ദ മാൻ വെൻറ്റ് ഔട്ട് ഫോർ നോ അതർ റീസൺ ദാൻ ടു ഹാവ് ദ പ്ലഷർ ഓഫ് ഫീലിംഗ് ദ റെയിൻ ഓൺ ഹിസ് ബോഡി. അപ്പോൾ ലെൻജോ എന്ത് ചെയ്തു? ഭക്ഷണം കഴിക്കുന്ന അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. എന്തിനാണ്? ആ റെയിൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മഴ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ മഴ നനയാൻ. അതുപോലെ ലെൻജോ മഴ നനയാനായിട്ട് പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. ടു ഹാവ് ദ പ്ലഷർ ഓഫ് ഫീലിംഗ് ദ റെയിൻ ഓൺ ഹിസ് ബോഡി. ആൻഡ് വെൻ ഹി റിട്ടേൺഡ് ഹി എക്സ്ക്ലെയിംഡ്. അത്ഭുതത്തോടെ അദ്ദേഹം പറഞ്ഞു, ദീസ് ആർ ഇൻ റെയിൻ ഡ്രോപ്സ്. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം വളരെ അത്ഭുതത്തോടെ മഴ നനഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് അദ്ദേഹം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല മഴ കിട്ടാൻ ആഗ്രഹിച്ച ഒരു കർഷകനാണ്. അതേപോലെ അയാൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെയൊക്കെ മഴ കിട്ടി. അതിൻ്റെ സന്തോഷത്തിൽ അയാൾ മഴ നനഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അയാൾ പറയുന്ന ഡയലോഗ് ഇതാണ്, ദീസ് ആർ ഇൻ റെയിൻ ഡ്രോപ്സ് ഫാളിങ് ഫ്രം ദ സ്കൈ. ഇതൊന്നും മഴത്തുള്ളികളല്ല, ഇതൊന്നും ആകാശത്തുനിന്ന് വീഴുന്ന ഇതൊന്നും മഴത്തുള്ളികളല്ല. പിന്നെ എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്? ദേ ആർ ന്യൂ കോയിൻസ്. ഇതൊക്കെ നാണയങ്ങളാണ്, ഇതൊക്കെ പുതുനാണയങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കർഷകൻ്റെ മാനസികാവസ്ഥയിൽ നിന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. അയാൾക്ക് സന്തോഷമാണ് ഈ മഴ, കാരണം അയാൾക്ക് നല്ലൊരു ഹാർവെസ്റ്റ് കിട്ടാൻ പോവാണ്. അതിനുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ മഴ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ദീസ് ആർ ന്യൂ കോയിൻസ്. ഈ ന്യൂ കോയിൻസ് എന്നുള്ള വാക്ക് നോട്ട് ചെയ്ത് വെക്കണം, അത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കീവേഡാണ്. സോ ദീസ് ആർ ന്യൂ കോയിൻസ്. ദ ബിഗ് ഡ്രോപ്സ് ആർ 10 cent pieces ആൻഡ് ദ ലിറ്റിൽ വൺസ് ആർ 5s. അതൊരു ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ആണ്. ഇദ്ദേഹം എങ്ങനെയാണ് ആ മഴത്തുള്ളികളെ വിശേഷിപ്പിക്കുന്നത്? ന്യൂ കോയിൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ലേ, പുതു നാണയങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ബിഗ് ഡ്രോപ്സ് ആർ 10 cent pieces. സെൻറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് the most basic unit of money used across many countries. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലെ ഉള്ള ഒരുപാട് രാജ്യങ്ങളിൽ സെൻറ്റ് എന്ന് പറയുന്നത് മണിയുടെ ഒരു യൂണിറ്റാണ്, മണിയുടെ ഒരു ബേസിക് യൂണിറ്റാണ് സെൻറ്റ് എന്ന് പറയുന്നത്. 100 cents ചേരുമ്പോഴാണ് ഒരു ഡോളർ ആവുന്നത് US-ൽ. അപ്പോൾ അങ്ങനെ ആ മണി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ അത് യൂസ് ചെയ്തിരിക്കുന്നത്. ന്യൂ കോയിൻസ് ആണ് ഈ മഴത്തുള്ളികൾ എന്ന് അദ്ദേഹം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ബിഗ് ഡ്രോപ്സ്, വലിയ വലിയ മഴത്തുള്ളികൾ എന്താണ്? അത് 10 cent pieces ആണെന്നാണ് പറയുന്നത്. അതുപോലെ ലിറ്റിൽ വൺസ്, ചെറിയ ചെറിയ മഴത്തുള്ളികളാണെങ്കിലും അത് 5s ആണ്, 5 cents ആണ് എന്ന് അദ്ദേഹം പറയുന്നത്. സന്തോഷം കൊണ്ടാണ്. വിത്ത് എ സാറ്റിസ്ഫൈഡ് എക്സ്പ്രഷൻ ഹി റിഗാർഡഡ് ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ വിത്ത് ഇറ്റ്സ് ഫ്ലവേഴ്സ് ഡ്രേപ്ഡ് ഇൻ എ കേർട്ടൻ ഓഫ് റെയിൻ. അപ്പോൾ വളരെ സംതൃപ്തിയോടെ അദ്ദേഹത്തിൻ്റെ പാടത്തേക്ക് നോക്കുകയാണ്. പാടത്ത് നോക്കുമ്പോൾ അദ്ദേഹം എന്താ കാണുന്നത്? ഈ പൂത്ത് നിൽക്കുന്ന ചോളങ്ങളെയാണ് കാണുന്നത് അല്ലേ. ആ ചോളങ്ങൾ ഇങ്ങനെ മഴയിൽ കുതിർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് അതെങ്ങനെയാണ് തോന്നുന്നത്? മഴയെ എങ്ങനെയാണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഡ്രേപ്ഡ് ഇൻ എ കേർട്ടൻ ഓഫ് റെയിൻ എന്നാണ്. മഴയുടെ ഒരു ഡ്രേപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊതിയുക, കവർ വിത്ത് ക്ലോത്ത് കൊണ്ട് പൊതിയുന്നതിനാണ് നമ്മൾ ഡ്രേപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം മഴ കൊണ്ടിങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്ന, മഴയുടെ ഇടയിലൂടെയാണല്ലോ അദ്ദേഹം ആ കാഴ്ച കാണുന്നത്. അപ്പോൾ ആ ഒരു വിഷ്വൽ എന്ന് പറഞ്ഞാൽ ആ വിഷ്വലിൻ്റെ മഴ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിനെ വർണ്ണിച്ചതാണ് ഡ്രേപ്ഡ് ഇൻ എ കേർട്ടൻ ഓഫ് റെയിൻ. ഹൗ ബ്യൂട്ടിഫുള്ളി ഹി പുട്ട്സ് ഇറ്റ് അല്ലേ. ബട്ട് സഡൻലി എ സ്ട്രോങ് വിൻഡ് ബിഗാൻ ടു ബ്ലോ. ട്വിസ്റ്റ്, അവിടെയാണ് ട്വിസ്റ്റ്. പെട്ടെന്ന് എന്ത് സംഭവിച്ചു?
ഇങ്ങനെ മഴയൊക്കെ കണ്ട അയാൾ സന്തോഷമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇതൊന്നും മഴയല്ല, ഇതൊക്കെ പുതുനാണയങ്ങളാണ്, ഞാൻ രക്ഷപ്പെടാൻ പോവുകയാണെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്ത് സംഭവിച്ചത്? സഡൻലി എ സ്ട്രോങ് വിൻഡ് ബിഗാൻ ടു ബ്ലോ. പെട്ടെന്നൊരു ശക്തമായ കാറ്റടിച്ചു. A strong wind began to blow and along with the rain very large hailstones. Hailstones ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ഈ ഒരു ചാപ്റ്ററിൽ. So what happened? Suddenly a strong wind began to blow and along with the rain very large hailstones began to fall. Hailstones എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലിപ്പഴമാണ്. എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഐസിൻ്റെ കട്ടകൾ. അത് വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാണാൻ നല്ല രസമാണെങ്കിലും അത് ദേഹത്ത് വീണാലും വണ്ടികളുടെ മുകളിലൊക്കെ വീണാലും ഉണ്ടാകുന്ന അപകടങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലേ. ആകാശത്തുനിന്ന് വലിയ വലിയ മഞ്ഞ് കട്ടകൾ ഇങ്ങനെ വീഴുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ മഴ മാറി ഹെയിൽ സ്റ്റോൺസിൻ്റെ ഒരു വരവായി. അതാണ് അവിടെ സംഭവിച്ചത്. ബട്ട് സഡൻലി a strong wind began to blow and along with the rain very large hailstones began to fall. These truly did resemble new silver coins. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ലാൻജോ നേരത്തെ പറഞ്ഞിരുന്നു, മഴത്തുള്ളികൾ കണ്ടപ്പോൾ അത് കോയിൻസ്, ന്യൂ കോയിൻസ് ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ കോയിൻസിന് എന്ത് വ്യത്യാസം സംഭവിച്ചു? മഴത്തുള്ളികൾ മാറി അത് ആലിപ്പഴം ആയപ്പോൾ, ഹെയിൽ സ്റ്റോൺസ് ആയപ്പോൾ അത് റെസംബിൾ ചെയ്യുന്നത് എന്താണ്? ഈ ന്യൂ സിൽവർ കോയിൻസ് പോലെയാണ് അതിരിക്കുന്നത് കാണാൻ. വെള്ളി നാണയങ്ങൾ പോലെ അത് ഇരിക്കുന്നുണ്ട്. പക്ഷേ അത് മഴത്തുള്ളികളല്ല, ഹെയിൽ സ്റ്റോൺസ് ആണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. These truly did resemble new silver coins. The boys, exposing themselves to the rain, ran out to collect the frozen pearls. ഇവിടെ ഫ്രോസൺ പേൾസ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതും ഈ ആലിപ്പഴത്തിന് തന്നെയാണ്, ഹെയിൽ സ്റ്റോൺസിന് തന്നെയാണ് ഫ്രോസൺ പേൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെ കമ്പയർ ചെയ്തിരിക്കുകയാണ് ഫ്രോസൺ പേൾസ് ആയിട്ട്. കാരണം അങ്ങനെ ആലിപ്പഴം കാണുമ്പോൾ നമുക്കും അങ്ങനെ തോന്നുമല്ലോ, അത് ഫ്രോസൺ ആയിരിക്കും, പേൾസ് പോലെ ആയിട്ട് നമുക്കും അതിനെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എഴുത്തുകാരനും അങ്ങനെ കമ്പയർ ചെയ്തിരിക്കണം. അപ്പോൾ രണ്ട് രീതിയിലാണ് ഹെയിൽ സ്റ്റോൺസിനെ കമ്പയർ ചെയ്തിട്ടുള്ളത്. ന്യൂ സിൽവർ കോയിൻസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഫ്രോസൺ പേൾസ് എന്ന് പറയുന്നതും എന്തിനെയാണ്? ഈ ഒരു ഹെയിൽ സ്റ്റോൺസിനെ തന്നെയാണ്.